പോക്സോ കേസിൽ പെൺകുട്ടിയുടെ വ്യാജമൊഴിയെ തുടർന്ന് നിരപരാധിയായ 75 വയസ്സുകാരൻ ജയിലിൽ കഴിയേണ്ടി വന്നത് 285 ദിവസമാണ്. ആലപ്പുഴ സ്വദേശി MJ ജോസഫിനാണ് ദുരവസ്ഥ. കോടതിക്ക് നൽകിയ മൊഴി വ്യാജമെന്ന് പെൺകുട്ടി തന്നെ പറഞ്ഞതോടെ ജോസഫിനെ കോടതി വെറുതെ വിട്ടു. ആലപ്പുഴയിലെ സ്വകാര്യ സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു MJ ജോസഫ്. പെൺകുട്ടിയുടെ വീട്ടിലും ചെറിയ സഹായങ്ങൾ ചെയ്തിരുന്നു. വീട്ടിൽ വെച്ച് ജോസഫ് ഉപദ്രവിച്ചെന്നും ഗർഭിണിയാക്കിയെന്നും പെൺകുട്ടി പലരോടും പറഞ്ഞു. കള്ളക്കഥ പാട്ടായി പോലീസ് കേസെടുത്തു. ജോസഫ് വിചാരണ തടവുകാരനായി 285 ദിവസം ഇരുമ്പഴിക്കുള്ളിൽ. പോലീസ് സ്റ്റേഷൻ കിടന്ന ആദ്യം, ജയിലിൽ ചെല്ലുന്ന ആദ്യം. പിന്നെ ജയിലിൽ നിന്ന് മറ്റുള്ള ദുരനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. എങ്കിലും സൂര്യൻ്റെ കാണാൻ പറ്റത്തില്ല. ട്യൂബിൻ്റെ വെളിച്ചവും ഫാനിൻ്റെ കാറ്റും, പിന്നെ കുറച്ച് തടവുകാരും. വെളിച്ചം കാണുന്ന എന്നെ കുറ്റപത്രം വായിക്കാണ്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അന്നൊന്ന് കണ്ട്. അത് കഴിഞ്ഞാൽ കാണുന്ന ഈ ജൂലൈ 26 ഈ കഴിഞ്ഞ ജൂലൈ 26 2 വർഷം ജാമ്യത്തിൽ ഇറങ്ങിയിട്ട്. ആൺസുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് അറിഞ്ഞതോടെ പെൺകുട്ടിയെ താക്കീത് ചെയ്തു. ഈ ബന്ധം പുറത്തു വരാതിരിക്കാനാണ് പെൺകുട്ടി നിരപരാധിയായ ജോസഫിനെതിരെ മൊഴി നൽകിയത്. ഇരുമ്പഴിക്കുള്ളിൽ ജോസഫിൻ്റെ ഉറക്കം കെടുത്തിയത് സ്വന്തം വീടിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഒപ്പം നിറകണ്ണുകളോടെ ഒരു കാര്യം കൂടി ജോസഫ് പറഞ്ഞു. എൻ്റെ മക്കളെയൊക്കെ വലിയ കാര്യം ഇതിൻ്റെ കുറിച്ച്. അവരെയൊന്നും സ്നേഹിച്ച് കൊതി തീർന്നില്ല. എനിക്കിപ്പോൾ ഇത് നിങ്ങളെയൊക്കെ മുമ്പ് ഫേസ് ചെയ്യാൻ തന്നെ ഞാൻ മറന്നിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. എനിക്കതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജയിലിലേക്ക് ഇന്നലെ പോലും ആ കുടുംബത്തെ വേണ്ടി പ്രാർത്ഥിച്ചു. കാറ്റും മഴയൊക്കെ വരുമ്പം അവർക്ക് ആരുമില്ലാത്ത എന്നെ ദ്രോഹിച്ചാൽ തന്നെയും അവർക്ക് ആപത്ത് വരില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുമല്ലോ. പിന്നെ ഒരു വിധി, ഒരു ജയിൽവാസം എനിക്ക് ഉണ്ടായിരുന്നിരിക്കാം. അത് അങ്ങനെ വിശ്വസിക്കുകയാണ്. അല്ലാതെ ഇനി ആർക്കും ഇങ്ങനെ അനുഭവം വരരുതെന്നുണ്ട് എനിക്ക്. അഡ്വക്കേറ്റ് PP ബൈജു പ്രതിഫലം വാങ്ങാതെ ജോസഫിനായി ഹാജരായി. സംഭവത്തിൽ പോലീസിനും വീഴ്ചയുണ്ട്. ഒരാൾ വന്നിട്ട് പറയുന്നു എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറയുമ്പം ആ മൊഴിയെ വെച്ച് മാത്രമാണെങ്കിൽ എത്ര കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത്. അതുപോലെ നിയമത്തിൻ്റെ ഒരു ഇദ്ദേഹത്തിനും കണക്ക് ഈ 265 ദിവസത്തിനടുത്ത് ഒരാൾ കിടക്കുക എന്ന് പറയുമ്പം ഇനിയും ഇതേ കണക്കുള്ള ആൾക്കാർ ഇനിയും ജോസഫ്മാരുണ്ടാകത്തില്ലേ? അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്ത് ജാഗ്രത പുലർത്തണം. നിയമ സംവിധാനങ്ങൾ വെറുതെ വിട്ടെങ്കിലും ചിലരുടെയെങ്കിലും കണ്ണിൽ ജോസഫ് ഇന്നും കുറ്റക്കാരനാണ്. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം. ജോലി കണ്ടെത്തണം, ജീവിക്കണം. ഈ കേസ് വന്നപ്പോൾ പിന്നെ ആരും ഒന്നും അത് മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ നമ്മൾ ജോലിക്ക് അങ്ങനെ ഇന്ന് ചോദിക്കാനാ. 2 പേര് വിളിച്ച്, ഇത് അറിയാതെ വിളിച്ച്, ഈ കേസ് അറിയാതെ വിളിച്ചപ്പോൾ ഞാൻ പിന്നെ വരാമെന്ന് എന്തറിയാം. ഈ കേസുള്ള നമ്മളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളവരോട് കള്ളം പറഞ്ഞു വരത്തില്ല. അതൊന്നും വേണ്ട. ഇത് എന്തെങ്കിലും ഇറങ്ങും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. സത്യം ഉണ്ടായിരുന്നു. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.